ചായ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിന് കാരണം എന്തോ ആ പുള്ളിയാണ്. കാരണം അത്രയും ഡീറ്റെയിൽഡാണ് പുള്ളി വീഡിയോ പ്രസൻറ്റ് ചെയ്യാറ്. നമുക്ക് നോക്കാം. ഇത് ശരിക്കും സുഹൈലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില പുതിനയില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചതച്ച മുളക്, തൈര്, നല്ല കട്ട തൈര്, ആവശ്യത്തിന് ബിരിയാണി മസാല, കല്ലുപ്പ്, നാരങ്ങ നീര്, അത് കഴിഞ്ഞിട്ട് കറിവേപ്പില, കുറച്ച് സൺഫ്ലവർ ഓയിൽ, നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ കഴുകി വെച്ചിരുന്ന ചിക്കൻ ആ മിക്സിലേക്ക് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അരി വേവിക്കാനായിട്ട് പാത്രം വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കല്ലുപ്പ്, പിന്നെ പട്ട, പൂവ്, ഏലക്ക ഇതൊക്കെ ഇട്ട ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊണ്ട് ഒഴിക്കുക. അരി ഒട്ടാതിരിക്കാൻ ആണേ. ഇത് കഴിഞ്ഞ് കുതിർത്ത് വെച്ചിരുന്ന അരി ഇടുക. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ കൈമ റൈസാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് ഏകദേശം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലിടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെക്കും. ഒരു 50% വേവായ അരി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് സോട്ട് ചെയ്യാം. പറ്റുന്ന പോലെയൊക്കെ പരത്തി വെക്കുക. നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ അത് ഇട്ടിട്ട് അരക്കിച്ച് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് പൊറോട്ട മാവ് വെച്ചിട്ട് ദംസീലുണ്ടാക്കിയിട്ട് അടപ്പ് വെച്ച് അടയ്ക്കുന്നു. എന്നിട്ട് ഇതെടുത്തിട്ട് അടുപ്പിലേക്ക് വെക്കുന്നു. നന്നായിട്ട് തീ കൊടുക്കുക. തീ കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ആ ദം പൊട്ടും. ആ ദം പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീയൊക്കെ കുറച്ചിട്ട് കനൽ വാരി മുകളിലിടുക, അടപ്പിന് മുകളിലിടുക. ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ കനലൊക്കെ നമുക്ക് മാറ്റി നോക്കാം. അതിനുശേഷം അത് ഡൈനിങ് ടേബിൾ കൊണ്ടുവരിക. എന്നിട്ട് ദം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പരിപാടിയാണ്. കാരണം അതിൻ്റെ മുകളിലുള്ള മൈദ വരെ പൊറോട്ടയായിട്ട് മാറിയിട്ടുണ്ട്. അത്രയും ടെമ്പറേച്ചറായിരുന്നു. അതിനുശേഷം അരി മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ബിരിയാണി മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം ഇതുപോലെ ഇരിക്കും മിക്സ് ചെയ്ത് വരുമ്പോൾ. നല്ലൊരു ടെക്സ്ചറും നല്ലൊരു മണമൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ ഈ ഇല കണ്ടാൽ അറിയാലോ. നല്ല പോളിങ് എല്ലാവരും. അപ്പോൾ സുഹൈൽ ബ്രോയുടെ ബിരിയാണി റെസിപ്പി മലബാർ ദം ബിരിയാണി കിട്ടും. എനിക്ക് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ബ്രോ? ചുമ്മാ ട്രൈ ചെയ്യുന്നേ. എല്ലാവരും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നൊന്നുമില്ല. ചെയ്യുവാണെങ്കിൽ സന്തോഷം. ഓക്കെ, സീ യു.